ഹലോ. ഇന്നത്തെയും പോലെ തന്നെ നമ്മൾ ക്ലാസ്സിലേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. ഇറങ്ങുന്ന സമയത്ത് ചെറിയൊരു ചാറ്റൽ മഴ ഉണ്ടായിരുന്നു കേട്ടോ. എന്നാലും ഞാൻ കുട തുറക്കാതെ അങ്ങ് ഒപ്പിച്ച് അവിടെ എത്തി കേട്ടോ. അപ്പോൾ സ്റ്റാൻഡിൽ എത്തിയ പാടെ ഒരു ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടോ. ചായ തരുന്ന ആളത് ഇവിടെ പോസൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു അമ്മൂമ്മ എൻ്റെ അടുത്ത് വന്നിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ചിരി സഹിക്കാനാവാതെ ഞാൻ അവിടെ കിടന്ന് ഇങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്തെങ്കിലും കൊടുക്കാന്ന് വെച്ചാൽ എന്തെങ്കിലും എൻ്റെ കയ്യിൽ വേണ്ടേ, അതുകൊണ്ടൊന്നും കൊടുക്കാനും പറ്റിയില്ല കേട്ടോ. വേഗം ക്ലാസ്സിലെത്തി. ഇനി വരയ്ക്കാനുള്ളത് വരയ്ക്കണം കേട്ടോ. കുറച്ച് നേരം എന്തൊക്കെയോ കുത്തി വരച്ചു കേട്ടോ. അതിനുശേഷം വരച്ചതൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിന്ന് ചെയ്തിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ആണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് പലർക്കും ഉണ്ടാവും ഇത് എന്താണ് കോഴ്സ് എന്ന്. അപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇൻറ്റീരിയർ ഡിസൈനിങ് ആണ് കേട്ടോ. ഈ ഒരു കോഴ്സിന് 47-50 രൂപേൻ്റെ അടുത്താണ് കേട്ടോ വരുന്നത്. ഈ ഒരു കോഴ്സിന് ഏറ്റവും കൂടുതൽ സ്കോപ്പും ഉണ്ട് കേട്ടോ. വിദേശത്താണെങ്കിലും നമുക്ക് എവിടെ വേണമെങ്കിലും പോയി ജോലി ചെയ്യാവുന്നതാണ്. കുറച്ച് ഇംഗ്ലീഷ് വശമുണ്ടായാൽ മതി. ഇവിടെ കറക്റ്റ് 1 മണി വരെ ക്ലാസ് ഉണ്ടാവുള്ളൂ കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ മാത്രം ഇരുന്നാൽ മതി കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ ലഞ്ച് ബ്രേക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോൾ കണ്ടിട്ടുള്ള കാഴ്ച ഈ ഒരു കാഴ്ചയാണ് കേട്ടോ. കുരങ്ങൻ്റെ ഫാമിലിയും വന്നിട്ടുണ്ട് കേട്ടോ. അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വിചാരിച്ച് ഞങ്ങൾ വഴിമാറി പോവുകയാണ് കേട്ടോ ചെയ്തത്. അപ്പോൾ നമ്മളിന്ന് പുറത്തുനിന്നാണ് ഫുഡ് വാങ്ങാൻ പോകുന്നത്. തൊട്ടടുത്ത് തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട് കേട്ടോ. അവിടെ നമ്മൾ പോയി. അപ്പം ബിരിയാണിക്കൊക്കെ ഭയങ്കര റേറ്റ് കിട്ടോ. നമ്മളെ കയ്യിൽ ഒതുങ്ങുന്ന ബഡ്ജറ്റിലല്ലേ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങൾ 2 പൊറോട്ടയിലും അങ്ങോട്ട് ഒതുക്കാമെന്ന് വിചാരിച്ചു. ഓരോരുത്തർക്ക് 2 പൊറോട്ട വീതം വാങ്ങി. പിന്നെ കറി നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നത് വെജ് കുറുമയാണ് കേട്ടോ. ആദ്യമൊന്നും എല്ലാവരും ഫുഡൊന്നും എടുക്കൂലായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം എത്രയും പെട്ടെന്ന് തീർത്തിട്ട് എവിടെയെങ്കിലും ഒന്ന് ജോലിക്ക് കയറിയാൽ മതി എന്നുള്ള ചിന്തയായതുകൊണ്ട് എല്ലാവരും ഉച്ചയ്ക്ക് ശേഷം ഇരിക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ വിശന്നിരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഫുഡ് കൊണ്ടുവരാനും വാങ്ങാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ക്ലാസ്സെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതാ സ്റ്റാൻഡിലേക്ക് വന്ന് ബസ് കയറിയിട്ടുണ്ട് കേട്ടോ. ഇനി ഈ ബസ് നേരെ എൻ്റെ വീട്ടിൻ്റെ മുറ്റത്ത് തന്നെ ഇറക്കി തരും എന്ന് ഞാൻ പറയുന്നില്ല, കുറച്ച് അപ്പുറമായിട്ട് ഇറക്കാം. എൻ്റെ കൂടെ കഴിഞ്ഞ ദിവസം ഞാൻ കൊണ്ടുപോയി കളഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എൻ്റെ മോളെ കുട എടുത്തിട്ടാണ് ഞാൻ ഇന്ന് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതും ഇന്ന് തീരുമാനമായിട്ടുണ്ട്. കുട ഞാൻ എവിടെയോ മറന്നു വെച്ചിട്ടുണ്ട്. കുട ഇല്ലാത്തത് കൊണ്ട് എന്നെ ബസ് ഇറങ്ങിയതിന് ശേഷം നടക്കാൻ കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ നനഞ്ഞ് പിണ്ടിയായി പോയിട്ടുണ്ട്. ഇനി പനി വരുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. പനി പിടിച്ചില്ലെങ്കിൽ അടുത്ത വീഡിയോ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ.